പക്ഷെ അതിനൊരു വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദുവിന്റെ കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോൾ ഭാര്യയുടെ ആഭരണങ്ങൾ വീട്ടുകാരറിയാതെ പണയം വെച്ചെന്ന് പറഞ്ഞ് ബാപ്പായും ആങ്ങളമാരും നിർബന്ധപൂർവ്വം മൊഴി ചൊല്ലിയപ്പോൾ അലീമ അന്ന് കൈക്കുഞ്ഞായിരുന്നു. തൻ്റെ മകൾക്കും പേരക്കുട്ടിക്കും ഒരു ആയുഷ്കാലം ജീവിക്കാൻ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാപ്പ മകളെ കൂടെ കൂട്ടിയെങ്കിലും ആ വീട്ടിലുള്ള ജീവിതവും ബാപ്പയുടെ മരണം വരെ മാത്രമേ സുബൈദാത്തക്ക് ഉണ്ടായിരുന്നുള്ളൂ. പെങ്ങളെ പിന്നീട് ആങ്ങളമാർക്ക് ഒരു ഭാരമായി തോന്നി തുടങ്ങി. ആങ്ങളമാരുടെ മക്കൾക്കിടയിൽ തൻ്റെ കുട്ടി അധികപ്പറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സുബൈദാത്ത നേരെ സ്വയം പടിയിറങ്ങുകയും ചെയ്തു. വീട്ടുജോലി ചെയ്തും ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെച്ചും വിളമ്പിയുമാണ് പിന്നീട് സുബൈദാത്ത അലീമാനെ വളർത്തിയത്. പഠിക്കാനും മിടുക്കി. സ്കൂളിലെ പല അസംബ്ലികളിലും അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പഠിച്ച് ജോലിയായില്ലെങ്കിലും ദുബായിക്കാരനെ കല്യാണം കഴിക്കണം, വിദേശത്ത് പോകണം, കുറെ യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള എൻ്റെ സ്വപ്നങ്ങൾ അവൾ കേട്ടിരിക്കുമ്പോൾ പഠിക്കണം, ജോലി നേടണം, എൻ്റെ ഉമ്മാനെ നോക്കണം എന്നൊരു സ്വപ്നമല്ലാതെ അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ഒരു